ഫ്ലോറിഡയിൽ താമസിക്കുന്ന ഓരോ മലയാളിയും പ്രത്യേകിച്ച് ഇവിടെയുള്ള IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒരു കോടതി വിധിയും അതിനോട് നമ്മുടെ ഗവർണർ റോൺ ഡെസാന്റിസ് നടത്തിയ പ്രതികരണവും അമേരിക്കയിലെ ഇന്ത്യൻ ടെക് സമൂഹത്തിനിടയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കോഗ്നിസന്റ് എന്ന വമ്പൻ IT കമ്പനിക്കെതിരെ വിവേചനപരമായ നിയമന രീതികൾ ചൂണ്ടിക്കാട്ടി കോടതി $8.4 മില്യൺ പിഴ വിധിച്ചിരിക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇത് ഇവിടെയുള്ള നമ്മുടെ ജോലിയെയും ഭാവിയിലെ വിസ നിയമങ്ങളെയും എങ്ങനെ ബാധിക്കും? ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ നോക്കാം. ആദ്യം തന്നെ ഈ കേസിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ക്രിസ്റ്റി പാമർ എന്ന ഉദ്യോഗാർത്ഥിയാണ് കോഗ്നിസന്റിനെതിരെ കോടതിയെ സമീപിച്ചത്. കോഗ്നിസന്റിന് ജോലിക്ക് അപേക്ഷിച്ചപ്പോൾ തനിക്ക് അർഹമായ യോഗ്യതയുണ്ടായിരുന്നിട്ടും കമ്പനി തന്നെ തഴഞ്ഞുവെന്നും പകരം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രത്യേകിച്ച് H-1B വിസയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന നൽകി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അമേരിക്കൻ പൗരന്മാരെക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാകുന്ന വിദേശികളെ നിയമിക്കുന്നത് ലാഭം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമാണെന്നും കോടതിയിൽ അദ്ദേഹം വാദിച്ചു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഫ്ലോറിഡയിലെ ഫെഡറൽ കോടതി പ്രൊഫസർ പാമറിന് അനുകൂലമായി വിധിയും പുറപ്പെടുവിച്ചു. $8.4 മില്യൺ കോടതി പിഴയായി കമ്പനിയോട് നൽകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഗവർണർ റോൺ ഡെസാന്റിസിന്റെ ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്. ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ നമ്മൾ ഗൗരവത്തോടെ തന്നെ കാണണം. ഫ്ലോറിഡയിലെ കമ്പനികൾ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ നിയമിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ കഴിവുള്ള ഉദ്യോഗാർത്ഥികളെ ബോധപൂർവം തഴയുന്നത് അനുവദിക്കാനാവില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇത് കേവലം ഒരു കമ്പനിക്കെതിരെയുള്ള പ്രസ്താവനയല്ല, മറിച്ച് വരും ദിവസങ്ങളിൽ ഫ്ലോറിഡയിൽ നിലനിൽക്കാൻ പോകുന്ന കർശനമായ തൊഴിൽ നിയമങ്ങളുടെ സൂചന കൂടിയാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. നമ്മളിൽ ഭൂരിഭാഗം പേരും H-1B വിസയിലൂടെയോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് പ്രോസസ്സിലൂടെ ഇവിടെ എത്തിയവരാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ഇപ്പോഴും ഈ വിസ കാറ്റഗറികളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ വിധി നമ്മളെ രണ്ട് രീതിയിൽ ബാധിക്കാം. ഒന്ന്, കമ്പനികൾ ഇനി മുതൽ H-1B വിസ സ്പോൺസർഷിപ്പുകളിൽ കൂടുതൽ ജാഗ്രത കാണിക്കും. കേവലം കുറഞ്ഞ ചിലവിൽ തൊഴിലാളികളെ കിട്ടും എന്നതുകൊണ്ട് മാത്രം ഒരാളെ നിയമിക്കാൻ കമ്പനികൾ ഭയപ്പെടും. ഇത് നിയമപരമായ വലിയ ബാധ്യതകൾ അവർക്കുണ്ടാക്കുന്നുണ്ട്. രണ്ട്, നിയമന പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരാൻ കമ്പനികൾ നിർബന്ധിതരാകും. പക്ഷേ ഇതിലൊരു മറുവശമുണ്ട്. നമ്മൾ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, കഴിവുകൊണ്ടും കഷ്ടപ്പെട്ടുമാണ് അമേരിക്കൻ IT മേഖലയിൽ വേരുറപ്പിച്ചത്. ഇവിടെയുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകുന്ന സംഭാവനകളും ചെറുതല്ല. പ്രൊഫസർ പാമറിന്റെ വിജയം ഒരു വ്യക്തിയുടെ വിജയമായി കാണാമെങ്കിലും ഇത് H-1B വിസ പ്രോഗ്രാമിനെ മൊത്തത്തിൽ വിവേചനപരമായ ഒന്നായി ചിത്രീകരിക്കാൻ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുമോ എന്ന ആശങ്കയും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ വലിയ ചർച്ചയാകാറുമുണ്ട്. ഫ്ലോറിഡയിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ലോക്കൽ നിയമങ്ങളെക്കുറിച്ചും നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ വേണം. കോഗ്നിസന്റ് കേസിൽ ഉയർന്നു വന്ന മറ്റൊരു കാര്യം ഡിസ്പ്ലേസ്മെന്റ് എന്ന ആശയമാണ്. അതായത് നിലവിലുള്ള ഒരു അമേരിക്കൻ ജീവനക്കാരനെ ഒഴിവാക്കി പകരം കുറഞ്ഞ ശമ്പളത്തിൽ ഒരു വിദേശിയെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണ്. നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിച്ചു വളരുന്നവരാണ്. അവർ ഈ നാടിന്റെ പൗരന്മാരാണ്. അവർക്ക് ജോലി ലഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന തത്വം നമ്മളും അംഗീകരിക്കുന്നതാണ്. എന്നാൽ വിദേശത്തു നിന്ന് വരുന്ന പ്രതിഭകളെ തടയുന്ന രീതിയിലേക്ക് ഇത് മാറരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ മിടുക്കന്മാരായ എഞ്ചിനീയർമാർക്ക് അമേരിക്കയിൽ വന്ന് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കുറയുന്നത് ഇന്ത്യയുടെയും അമേരിക്കയുടെയും സാങ്കേതിക വളർച്ചയെ ബാധിക്കും. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെയുള്ള IT പ്രൊഫഷണലുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഒന്നാമതായി, നമ്മുടെ സ്കില്ലുകൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുക. കുറഞ്ഞ ശമ്പളം എന്നതല്ല നമ്മുടെ ആകർഷണം, മറിച്ച് മികച്ച കഴിവ് എന്നതായിരിക്കണം. രണ്ടാമതായി, കമ്പനികളുടെ നിയമന രീതികളിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ആർജവവും കാണിക്കണം. മൂന്നാമതായി, വിസയുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകളിൽ കൂടുതൽ കൃത്യത പുലർത്താൻ കമ്പനികളോട് ആവശ്യപ്പെടണം. ഫ്ലോറിഡയിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഇത്തരം കാര്യങ്ങളിൽ കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. ഗവർണർ ഡെസാന്റിസിന്റെ വാക്കുകൾ വരാനിരിക്കുന്ന കർശനമായ പരിശോധനകളുടെ മുന്നോടിയായി നമ്മൾ കാണണം. ലേബർ ഡിപ്പാർട്ട്മെന്റ് ഇനി മുതൽ H-1B വിസ ഡിപ്പെൻഡ് കമ്പനികളെ, അതായത് 15% കൂടുതൽ ജീവനക്കാർ H-1B വിസയിലുള്ള കമ്പനികൾ കൂടുതലായി സൂക്ഷ്മമായി നിരീക്ഷിക്കും. കോഗ്നിസന്റ് അത്തരത്തിലൊരു കമ്പനി ആയതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ തിരിച്ചടി നേരിട്ടത്. മലയാളികളായി നമ്മൾ പലപ്പോഴും സൈലന്റായി ജോലി ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഇത്തരം നിയമപരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തെയും സ്റ്റാറ്റസിനെയും ബാധിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണം. ഈ $8.4 മില്യൺ പിഴ എന്നത് IT ലോകത്തെ ഒരു പാഠമാണ്. അമേരിക്കൻ തൊഴിൽ വിപണിയിലെ സംരക്ഷണം ഉറപ്പാക്കാൻ സർക്കാർ ഏതറ്റം വരെയും പോകുമെന്നും ഇത് തെളിയിക്കുന്നു. അതേസമയം തന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് അമേരിക്കൻ മണ്ണിൽ ബിസിനസ് ചെയ്യുന്നത് കൂടുതൽ വെല്ലുവിളിയാകുകയും ചെയ്യും. ഈ കേസ് നൽകുന്ന വലിയൊരു സന്ദേശം ഫ്ലോറിഡ ഫസ്റ്റ് എന്ന നയമാണ്. ഇവിടെയുള്ള വിഭവങ്ങളും അവസരങ്ങളും ഇവിടുത്തെ പൗരന്മാർക്ക് ആദ്യം ലഭിക്കണം എന്ന നിലപാട്.
ഒരു വശത്ത് ഇത് ശരിയാണെന്ന് തോന്നുമ്പോഴും മറുവശത്ത് ആഗോളതലത്തിൽ പ്രതിഭകളെ കണ്ടെത്താനുള്ള കമ്പനികളുടെ സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമായും ഇത് കാണുന്നവരുണ്ട്. എന്തായാലും കോഗ്നിസന്റിന് ഏറ്റ ഈ പ്രഹരം TCS, ഇൻഫോസിസ് തുടങ്ങിയ മറ്റ് വലിയ കമ്പനികൾക്ക് ഒരു മുന്നറിയിപ്പാണ്. നിയമനങ്ങളിൽ ഒരു ചെറിയ വീഴ്ച വന്നാൽ പോലും കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്ന് അവർക്ക് മനസ്സിലായി കാണും. ഉദ്യോഗാർത്ഥി എത്ര കഴിവുള്ളവനാണെങ്കിലും വിസ സ്റ്റാറ്റസ് ഒരു വലിയ ഘടകമായി മാറുന്ന സാഹചര്യം വരാം. ഇത് പലപ്പോഴും മിടുക്കരായ മലയാളി ഉദ്യോഗാർത്ഥികൾക്ക് അമേരിക്കയിലേക്കുള്ള വാതിലുകൾ അടയാൻ കാരണമായേക്കാം. ചുരുക്കത്തിൽ കോഗ്നിസന്റ് കേസ് കേവലം ഒരു കോടതി വിധി മാത്രമല്ല, അത് അമേരിക്കയിലെ കുടിയേറ്റ നിയമങ്ങളും തൊഴിൽ നിയമങ്ങളും തമ്മിലുള്ള വലിയൊരു ഏറ്റുമുട്ടലിന്റെ ഭാഗമാണ്. ഗവർണർ ഡിസാന്റിസിന്റെ നിലപാടുകൾ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ ചൂണ്ടുപലകയാണ്. ഇവിടെ താമസിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ മാറ്റങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കണം. നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ ഇത്തരം നിയമപരമായ വശങ്ങൾ കൂടി പരിഗണിക്കാനും നമ്മൾ തയ്യാറാകണം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ? ഈ വിധി ഇന്ത്യക്കാരെ ദോഷകരമായി ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ ഇത് തൊഴിൽ വിപണിയിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരുമെന്നാണോ നിങ്ങളുടെ വിശ്വാസം? നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫ്ലോറിഡയിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്തകളും വിശകലനങ്ങളുമായി ഗ്ലോബൽ സമയം വീണ്ടും എത്തും. നന്ദി.